നമുക്ക് വായിച്ച പോലെ അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അപ്പൊ പുത്രന്മാരുടെ പേര് അവിടെ ഉണ്ടോ? ഇല്ല. എന്താന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യോബിന്റെ കഷ്ടതയിൽ നിന്നും പുറത്തു വന്നത് നല്ല മിടുമിടുക്കികളായ 3 പെങ്കൊച്ചുങ്ങൾ. ഒന്നാമത്തെ മകളുടെ പേര് യമീമ എന്ന പേരിനകത്തം ഞാൻ സൗഖ്യമാകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? സൗഖ്യമാകുന്നു. കഷ്ടത അനുഭവിച്ച്, ബുദ്ധിമുട്ട് അനുഭവിച്ച്, ദീനരോധനം അനുഭവിച്ച് പുറത്തു വന്ന മകൾക്കിട്ട പേരാണ് യമീമ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വേദനയിൽ നിന്നും പുറത്തു വന്ന ദൈവജനത്തിന് ലഭിച്ചത് ഒന്നാമത് സൗഖ്യമാണ്. കർത്താവിന് നല്ലൊരു സ്തോത്രം പറയാമോ? അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നതുപോലെ അവന്റെ കഷ്ടതയുടെ നടുവിൽ നിന്ന് പുറത്തു വന്ന അവൻ ദൈവസഭയ്ക്ക് ലഭിച്ചത് സൗഖ്യമാണെങ്കിൽ അവൻ യോബിന്റെ മകൾക്ക് ഒന്നാമത് ലഭിച്ചത് അവിടെ പേര് യമീമ. അതിനകത്തും എനിക്ക് സൗഖ്യം. അങ്ങനെയാണെങ്കിൽ അവന്റെ കഷ്ടതയിൽ നിന്നും എനിക്കും നിങ്ങൾക്ക് ലഭിച്ചത് പരിപൂർണ സൗഖ്യമാണ്. ഈ പകൽ ഒരിക്കൽ കൂടി ക്ലെയിം ചെയ്തുകൊണ്ട് പറയുന്നു, നിന്റെ രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞ് പോകാമോ? യേശു അനുഭവിച്ച കഷ്ടത, അവൻ അനുഭവിച്ച വേദന, അവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ എന്തിനു വേണ്ടിയായിരുന്നു? ആ കഷ്ടത നമ്മെ സൗഖ്യമാക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാ. യേശു അനുഭവിച്ച കഷ്ടതയിൽ നിന്നും ദൈവസഭയ്ക്ക് ഒരു രോഗസൗഖ്യം കിട്ടിയെങ്കിൽ ഇയ്യോബ് അനുഭവിച്ച കഷ്ടതയിൽ നിന്നും ഇയ്യോബിന് ലഭിച്ച മകളുടെ പേരാണ് എന്ത്? അതിനർത്ഥം എന്നാ? ഞാൻ സൗഖ്യമാകുന്നു. രണ്ടാമത്തെ മോളുടെ പേര് പറ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാ. രണ്ടാമത്തെ കെസിയുടെ അർത്ഥം പറയാമോ? കെസിയ ലവംഗം എന്ന് പറഞ്ഞേ. ലവംഗം. ആമേൻ. കെസിയുടെ അർത്ഥമാണ് ലവംഗം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ ദൈവസഭയ്ക്ക് കിട്ടിയതൊരു സൗരഭ്യമാണ്. ലവംഗം എന്ന് പറയുന്നതിന്റെ അർത്ഥം സൗരഭ്യം, സൗന്ദര്യം. കഷ്ടത അനുഭവിച്ച യോബിന് കിട്ടിയ രണ്ടാമത്തെ മകള് സൗന്ദര്യമുള്ളവളായി മാറി. സൗന്ദര്യമുള്ളവൾ മാത്രമല്ല, സുഗന്ധം പരത്തുന്നവളായി മാറി. കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. എന്താ ഈ ലവംഗം എന്ന് പറയുന്നത്? ലവംഗം എന്താണെന്ന് തെളിച്ചു തരാം. ഒന്നെടുത്ത സങ്കീർത്തനം, ഒന്നെടുത്തേ. സങ്കീർത്തനത്തിലേക്ക് വേഗം വരാം. കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കാം. സങ്കീർത്തനം 45:8 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 45:8 എല്ലാവരും എടുത്തേ. എന്നിട്ട് അടിവര ഇട്ട് വെച്ചേക്കണം, കുറിച്ച് വെച്ചേക്കണം. സങ്കീർത്തനം 45:8 നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. അവൻ നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗം കൊണ്ട് ഉപയോഗിക്കുന്നത് സുഗന്ധം പരത്താൻ, സൗന്ദര്യം വരുത്താൻ, സുഗന്ധം ഉണ്ടാക്കുന്നതാണ് എന്ത്? പറ. ലവംഗം. അവൻ ഇയ്യോബ് അനുഭവിച്ച കഷ്ടതയുടെ ഒടുവിൽ ഇയ്യോബിന് ലഭിച്ചത് സുഗന്ധം പരത്തുന്ന കെസിയ, സൗന്ദര്യമുള്ള കെസിയ, സൗരഭ്യവാസന പുറപ്പെടുവിക്കുന്ന കെസിയ. അങ്ങനെയാണ് കർത്താവായ യേശുവിലേക്ക് വരാ. യേശുവിന്റെ മരണത്തിലൂടെ ദൈവസഭയ്ക്ക് ലഭിച്ചത് ദേശമെങ്ങും സൗന്ദര്യം പരത്താൻ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഇനി ഒന്നുകൂടി അന്ന് ചോദിച്ചോട്ടെ, ഈ ലവംഗം എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് വരാം. എന്നാലേ നമുക്കതിൻ്റെ ആഴം മനസ്സിലാകൂ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം, അതിന് 33-34 വാക്യങ്ങൾ. 23-ാമത്തെ വാക്യം. 30-23-24 വാക്യം. മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം. ദൈവദാസന്മാരെ, പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിക്കുന്ന പുരോഹിതനെ, പ്രവാചകനെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അഭിഷേക തൈലത്തിന്റെ കൂട്ടാണിത്. ഏതൊക്കെയാ കൂട്ട്? മേത്തരമായ സുഗന്ധമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂലം. അതിൽ പാതി 250 അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴലത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണ കിട്ടാമെങ്കിൽ, ഈ സാധനം എവിടെ നിന്നും കിട്ടാമെങ്കിൽ ഒപ്പിച്ചിട്ട് ഇത് പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടാക്കിക്കോ. ഒട്ടുക്കത്ത മണമായിരിക്കും. 18 കോടി രൂപ എടുത്ത് ആമേൻ
പാലസ് കൊട്ടാരത്തിൽ രാജ വടിക്കുന്നതിനേക്കാൾ സ്മെല്ലാന്ന് പറയണം. പക്ഷെ ഇതിന്റെ ഇതിന്റെ ഫോർമുല കൊടുത്തത് തമ്പുരാനാണ്. ഒരു കമ്പനിയും ഈ ഫോർമുല ഇറക്കിയിട്ടില്ല. ഈ തൈലം ഒരു അഭിഷേകത്തിന് ഒരു പുരോഹിതന്റെ ഒരു ദേഹത്ത് ഒഴുകിയാൽ ഇവൻ പോകുന്ന ദേശം മുഴുവൻ സുഗന്ധമാണ്. അത്രയും കൂട്ടാതെ ഇത് ദൈവം കൊടുത്ത കൂട്ട. ഇതിന്റെ ഫോർമുല ദൈവം ഉണ്ടാക്കിയത്. ആമൻ. എന്തൊക്കെയാ? ലവംഗം, അയഞ്ഞമൂര്, വഴനത്തൊലി, ഒലിവെണ്ണ. ഇതൊക്കെ കൂടി കൂട്ടി വൈദ്യന്റെ വൈദ്യപ്രകാരം ഉണ്ടാക്കിയെടുത്ത അഭിഷേക തൈലം ദാവീദിന്റെ തലയിൽ വീണത്. ഒരു ഹല്ലേലൂയ പറ. ആ അഭിഷേക തൈലത്തിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ലവംഗം. ഈ സാധനം നമ്മുടെ തല വീണാൽ ഭയങ്കര സുഗന്ധമാ. ദൂത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു കഷ്ടതയിൽ നിന്നും പുറത്തു വന്ന യോബിന്റെ മകൾക്ക് കിട്ടിയ പേര് കേട്ടോ, എന്നാ? കെസിയ. ഇന്ന് നീ കഷ്ടതയിലൂടെ പോകുമ്പോൾ ഓർത്തോ, ഇതിനപ്പുറത്ത് നിന്നെ സുഗന്ധം പരത്തുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഇത് തീരുന്നില്ല, തീരുന്നില്ല, തീരുന്നില്ല. ആരോടൊക്കെ ദൈവം ദൂത് പറയുന്നു, ഈ കഷ്ടങ്ങൾക്കപ്പുറം, ഈ പ്രതിസന്ധികൾക്കപ്പുറം, ഈ പ്രതികൂലത്തിനപ്പുറം നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സദൃശവാക്യം 7:17 ഇട്ട മോനെ. സദൃശവാക്യം 7:17 വേഗം പോണം. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. എന്റെ മെത്ത അവൻ സുഗന്ധമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? മൂറും അകിലും ലവംഗവും കൊണ്ട്. അപ്പൊ ഈ ലവംഗം എന്ന് പറയുന്നത് വീട്ടിനകത്ത് വന്നാൽ സ്മെല്ലാണ്, സൗരഭ്യമാണ്. അപ്പൊ കെസിയ വീട്ടിനകത്തുണ്ടോ? ഞാൻ പറയുന്ന ഇപ്പോഴത്തെ കെസിയ അല്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞു. കെസി എന്ന് പറയുന്ന സുഗന്ധമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത്തരം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇനി പറയുന്ന മനസ്സിലാകും. ഈ സുഗന്ധം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു സഭക്ക് തന്നേക്കുക. നമ്മൾ കെസിയമാരാകണം. വായിച്ചേ 2 കൊരിന്ത്യർ ലേഖനം. ഒന്നെടുത്ത് എല്ലാവരും എടുക്കണം, നിശ്ചയമായിട്ടും എടുക്കണം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചേ. സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് 4 സ്ഥലത്ത് നമ്മൾ സുഗന്ധം പരത്തണം. എവിടേക്കാണ്? 4 സ്ഥലത്ത് വായിച്ച മോനെ. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്തു. നിർത്തി വായിച്ചു. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും. എവിടെയൊക്കെ സുഗന്ധം പരത്തണം? എല്ലായിടത്തും. എല്ലാവരും പറ. എല്ലായിടത്തും. നിങ്ങളുടെ ബൈബിളിലെ ആ എല്ലായിടത്തും എന്നുള്ളതൊന്ന് ബ്രാക്കറ്റിലാക്ക് ഇട്ടോ, കാരണം ഇത് മറന്നു പോകാതിരിക്കാനാ. എല്ലായിടത്തും. എവിടെയാണ്? എല്ലായിടത്തും. അടുത്തത്, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. വായിച്ചോ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും. 2 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ എന്ന് വെച്ചാൽ സഭയിൽ നീ സുഗന്ധം പരത്തണം. രക്ഷിക്കപ്പെടുന്നവരുടെ. അടുത്തത്, നശിക്കുന്നവരുടെ ഇടയിലും. പുറത്ത് നശിക്കുന്നവരുടെ ഇടയിൽ എന്ത് പരത്തണം? ഞങ്ങൾ ദൈവത്തിന്. നശിക്കുന്നവരുടെ ഇടയിൽ സുഗന്ധം പരത്തണം. അടുത്തത്, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ആമേൻ. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറണം. ദൂത് മനസ്സിലാകുന്നുണ്ടോ? കഷ്ടതയിൽ നിന്നും പുറത്തു വന്ന യോബിന് 2ാമത് കിട്ടിയ മോളുടെ പേരെന്താ? അതിന്റെ അർത്ഥം എന്നാ? സൗരഭ്യം. കർത്താവായ യേശുവിന്റെ കഷ്ടതയിൽ നിന്നും പുറത്തു വന്ന സഭയ്ക്ക് ലഭിച്ചു സൗന്ദര്യം. ആമേൻ. പിന്നെ ഉണ്ടായത് സൗരഭ്യം. അത് സഭക്ക. 1 പോകുന്നിടത്ത്, നിൽക്കുന്നിടത്ത്. 2 രക്ഷിക്കപ്പെടാത്തവിടയിൽ. 3 രക്ഷിക്കപ്പെട്ടവിടയിൽ. 4 എല്ലായിടത്തും ഈ സൗരഭ്യം പരത്തണം. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കർത്താവിന്റെ കഷ്ടതയിൽ നിന്നും പുറത്തു വന്ന സഭയിലെ സൗരഭ്യം പരക്കണമെങ്കിൽ ഒരു കാറ്റടിക്കണം. എന്തടിക്കണം? കാറ്റടിച്ചാൽ എന്ത് ചെയ്യും? പറ. സൗരഭ്യം. ഏത് കാറ്റടിക്കണം? നമുക്കൊന്ന് എടുക്കാം. ആ കാറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഈ സൗന്ദര്യം പരക്കണമെങ്കിൽ ശക്തമായൊരു കാറ്റടിച്ചേ പറ്റൂ.
ഏതാണ് ആ കാറ്റ്? വടതിക്കാറ്റ് ഉണരുക, വടതിക്കാറ്റ് ഉണരുക, ഉണരുക, തെന്നിക്കാറ്റ് വരിക, തെന്നിക്കാറ്റ് വരിക, വരിക. അവൻ രണ്ട് കാറ്റടിച്ചാൽ സുഗന്ധം വീശും, രണ്ട് കാറ്റടിച്ചാൽ സുഗന്ധം പരക്കും. ഏതാണ് രണ്ട് കാറ്റ്? വടതിക്കാറ്റ്, പിന്നെ തെന്നിക്കാറ്റ്. ഈ രണ്ട് കാറ്റ് എവിടെ അടിക്കണം? തോട്ടത്തിലടിക്കണം. അടുത്ത വീട്ടിൽ അടിച്ചിട്ട് കാര്യമില്ല, തോട്ടത്തിലടിക്കണം. ഒരല്ലി എന്ന് പറഞ്ഞേ. കാരണം തോട്ടം ഏതാ? തോട്ടം ഏതാ? സഭയാണ് തോട്ടം. ഈ സൗരഭ്യം പുറത്തോട്ട് പോകണമെങ്കിൽ സഭയുടെ അകത്ത് കാറ്റടിക്കണം, തോട്ടത്തിൽ കാറ്റടിക്കണം. ആ കാറ്റ് ആത്മാവിന്റെ കാറ്റാണ്, അത് പരിശുദ്ധാത്മാവിന്റെ കാറ്റാണ്. ഈ കാറ്റ് തോട്ടത്തിലടിച്ച ദേശത്തെ സൗരഭ്യം ഉണ്ടാകും. വ്യക്തികളിൽ അടിക്കണം, കുടുംബങ്ങളിൽ അടിക്കണം, സഭക്കകത്തടിക്കണം. ഈ കാറ്റ് ഇന്ന് പകൽ വേളയിൽ ഇതിനകത്ത് അടിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഈ കാറ്റ് ഇതിനകത്ത് ആഞ്ഞടിച്ചാൽ, ഈ കാറ്റ് ഇതിനകത്ത് ആഞ്ഞു വീശിയാൽ, ഹല്ലേലൂയ, ശക്തമായി ദൈവസഭയുടെ സുഗന്ധം ദേശത്തെ പരക്കും. വായിക്കാം ഇയ്യോബിന്റെ പുസ്തകത്തിൽ അവൻ 37-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇയ്യോബ് 37:9. ദക്ഷിണമണ്ഡലത്തിൽ നിന്നും കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്നും കുളിരും വരുന്നു. എന്ത് വരുന്നു? കുളിരും വരുന്നു. എല്ലാരും പറഞ്ഞു ഞാൻ ഇപ്പൊ നിർത്തിയേക്ക് ഒന്ന് പറഞ്ഞേ. അവൻ ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് എന്ത് വരും? കൊടുങ്കാറ്റ് വരും. ഉത്തരദിക്കിൽ നിന്ന് എന്ത് വരും? കുളിരും വരും. അങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞേ. തെക്ക് നിന്ന് എന്ത് വരും? കൊടുങ്കാറ്റ് വരും. വടക്ക് നിന്ന് എന്ത് വരും? കുളിര് വരും. ഒരു അല്ലലി എന്ന് പറ. തെക്ക് നിന്ന് കൊടുങ്കാറ്റ് വരും. വടക്ക് നിന്ന് കുളിരും വരും. അയ്യോ, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പേടിച്ച് വിറച്ചിരിക്കുന്ന നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാ പറയുന്നതല്ലേ? എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. തെക്ക് നിന്ന് വരുന്നത് കൊടുങ്കാറ്റാണ്, വടക്ക് നിന്നൊരു കുളിര് വരുമെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും നോർത്ത് ഇന്ത്യ എന്നാണോ? അല്ല കേട്ടോ. ഈ തെക്ക് നിന്നെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നാണ്. അവൻ ദക്ഷിണമണ്ഡലം. എന്നാൽ ഉത്തരദിക്ക് എവിടെയാണ്? അവൻ വടക്കാണ്. ഉത്തരദിക്കിന്റെ പ്രത്യേകത എന്താ? സാത്താൻ ഇരുന്ന് വാണരുളാൻ ആഗ്രഹിച്ച സ്ഥലമേതാ? ഞാൻ സിംഹാസനത്തിന്റെ മീതെ കയറും, അവന്റെ സമാഗമന പർവ്വതത്തിന്റെ ഉത്തരദിക്കിൽ നിരുന്നു കൊണ്ട് ഞാൻ വാണരുളും. ദൈവത്തിന് സിംഹാസനം ഇട്ടിരിക്കുന്ന സ്ഥലം എവിടെയാ? ഉത്തരദിക്കിലാണ്. ഭൂമിയിൽ നിന്നും പ്രതികൂലത്തിന്റെ കാറ്റ് പൊങ്ങുമ്പോ ഉത്തരദിക്കിൽ നിന്നും കുളിര് വരുമെന്ന് ദൈവാത്മ പറയുന്നു. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം. ഭാരപ്പെടരുത്, ഇതൊരു പ്രവചനമാണ്. അവൻ ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റ് വരട്ടെ, ഭൂമിയിൽ പേമാരി വരട്ടെ, ഭൂമിയിൽ കഷ്ടത വരട്ടെ. പക്ഷെ സഭയാകുന്ന തോട്ടത്തിനകത്ത് ഒരു അവൻ വടുതിക്കാറ്റടിച്ചാൽ, ഒരു തെക്കൻ കാറ്റ് വീശിയാൽ, ഇതിന്റെ സൗരഭ്യം വീശിയേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരല്പം മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ സൗരഭ്യം സഭക്കകത്തുനിന്ന് പുറത്തു വരണം. ഇത് പുറത്തു വന്നെങ്കിൽ ഈ രണ്ട് കാറ്റടിച്ചേ പറ്റൂ. ഏതൊക്കെ കാറ്റ്? തെക്കൻ കാറ്റും വടുതിക്കാറ്റും അടിച്ചേ പറ്റൂ. ഈ രണ്ട് കാറ്റ് സഭയുടെ സുഗന്ധം പരത്തും. ഹല്ലേലൂയ. യെശയ്യാ 21:1 വായിച്ച. യെശയ്യാ 21:1. സമുദ്ര തീരത്തെ മരുഭൂമിയെ കുറിച്ചുള്ള പ്രവചനം. തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നു. അപ്പോ മരുഭൂമിയെ കുറിച്ച്, ഭൂമിയെ കുറിച്ച് പറയുന്ന കാറ്റാണ് ഏത്? തെക്കൻ കാറ്റ്. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വരുന്ന കാറ്റാണ് ഏത്? വടുതിക്കാറ്റ്. അപ്പൊ സഭയിൽ ഈ രണ്ട് കാറ്റും അടിക്കും. സ്വതന്ത്രം പറഞ്ഞേ. ഭൂമിയിലെ പ്രതികൂലത്തിന്റെ കാറ്റ് ഒരു ഭാഗത്ത് നടിക്കുമ്പോൾ ഉണർവിന്റെ കാറ്റ് സ്വർഗത്തിൽ നടിക്കും. ഹല്ലേലൂയ. ഈ രണ്ട് കാറ്റുകളും നമ്മുടെ ചർച്ചിനകത്തൊരു ഉണർവ് കൊണ്ടുവരും. ആമേൻ. മൂന്നാമത്തെ, ഇതിനകത്തുനിന്ന് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. കാറ്റിലോട്ട് പോയാൽ തീരില്ല. വേദപുസ്തകത്തിൽ ഒരുപാട് കാറ്റുണ്ട്. നമ്മുടെ വിഷയം അതല്ല. അവസാനം പറയാം. മൂന്നാമത്തെ പേര് വായിച്ചേ. ആ പെങ്കൊച്ചിന്റെ പേര് കേരൻ ഹപ്പൂക്ക്. എന്താ അതിന്റെ അർത്ഥം? അതിനർത്ഥം അറിയാമോ? അതിൻ്റെ അർത്ഥം ലേപം. എന്താണ് ലേപം? കൺമഷി അല്ല കേട്ടോ, കൺമഷി അല്ല. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. മൂന്നാമത്തെ എടുത്ത് എന്താണ് ലേപം? കേരൻ ഹപ്പൂക്ക് എന്നതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? വെളിപ്പാട് പുസ്തകം 3:18 ഇട്ടമോനെ. 3:18. നീ സമ്പന്നനാകേണ്ടത് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതാൻ. അപ്പോ കഷ്ടത അനുഭവിച്ച് പുറത്തു വന്ന ഇയ്യോബിന്റെ മൂന്നാമത്തെ മകളുടെ പേരാണെന്ത്? കാരൻ ഹബക്കൂക്ക്. അതിന്റെ അർത്ഥം ലേപം. നിന്റെ കാഴ്ചപ്പാട് മാറാൻ പോകുകയാണ്.
നിന്റെ കണ്ണിന് ശോഭ വരാൻ പോവുകയാണ്. ഇന്നലത്തെ കാഴ്ചയല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ കണ്ടതല്ല നീ കാണാൻ പോകുന്നത്. ഇന്നലകളിൽ കഷ്ടത കണ്ടെങ്കിൽ, ഇന്നലകളിൽ ദുരിതങ്ങൾ കണ്ടെങ്കിൽ, ഇന്നലകളിൽ നീ വേദന കണ്ടെങ്കിൽ, ഇനി നീ വേദനയല്ല കാണാൻ പോകുന്നത്. ഇനി നീ ഭാരമേറിയ വിഷയമല്ല കാണാൻ പോകുന്നത്. അതിനപ്പുറത്ത് നിന്റെ കാഴ്ചപ്പാട് മാറാൻ പോകുന്നു. ആമേൻ. ഈ മക്കളെ, ആ പേരിനർത്ഥം ലേഭം. അവന്റെ ജീവിതത്തിന്റെ ഒടുവിൽ യോബിന് ലഭിച്ച മകളാണ് കാരൻ ഹബോബ്. അതിന്റെ അർത്ഥം അവന്റെ കാഴ്ചപ്പാട് മാറി. അവളുടെ കാഴ്ചപ്പാട് മാറ്റി അവനെ ദൈവം വിശാലമാക്കി പുറത്തു കൊണ്ടുവന്നു. ദൈവമക്കളുടെ സഭയുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ ഉൾക്കാഴ്ച കിട്ടണം. ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ കണ്ണിൽ എഴുതാൻ ലേപം വേണം. ആ ലേപമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സഭയ്ക്ക് കർത്താവ് തന്ന ഏറ്റവും വലിയ കാഴ്ചപ്പാട്, ദൈവസഭയ്ക്ക് തന്നത് വലിയ ദർശനമാണ്. ഹാഗാറിന്റെ കണ്ണ് തുറന്നപ്പോൾ അവൾ നീരുറവ കണ്ടു. ഏലീശയുടെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ സൈന്യത്തെ കണ്ടു. നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ. കഷ്ടതയിലൂടെ മുന്നോട്ട് പോകുന്ന ദൈവമക്കളോട് ഒടുവിലായി ഞാൻ പറയുന്നു, നമ്മുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റും, നമ്മുടെ നിലവാരം മാറ്റും. ഈ രണ്ട് ദൂത് നിങ്ങൾ മറക്കരുത്. കർത്താവിൻ്റെ കഷ്ടതയിൽ നിന്നും സഭയ്ക്ക് ലഭിച്ചത് വലിയ സൗരഭ്യമാണ്. ആമേൻ. വലിയ സന്തോഷമാണ്. യോബിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ താൻ അനുഭവിച്ചോ അതിനെല്ലാം മറുപടി കൊടുത്തതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങളുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റാൻ പോവുകയാണ്.